7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുശേഷം ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി ഫലം പുറത്തുവരും. ഇന്ന് 57 സീറ്റുകളിലാണ് രാജ്യത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്. അഭിലാഷേ, ഈ 6ാം ഘട്ടം എത്തുമ്പോൾ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം, എത്ര ശതമാനം എത്ര വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയ ബൂത്ത് തിരിച്ചുള്ള കണക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് സംബന്ധിച്ചാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രാവശ്യം അതങ്ങനെ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി അതിൽ തൊടണ്ട എന്ന് തീരുമാനിച്ച് ഇന്നലെ ഒരു തീരുമാനവും എടുത്തു. ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ നേരത്തെ വന്നതാണ്. 2019 മഹുവ മൊയ്ത്ര ഈ ഹർജി കൊടുക്കുന്നത്. പക്ഷേ ഇന്നലെ കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് വരെ ഇത് പുഷ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കുറച്ചു കാലം മുൻപ് പരിശോധിച്ചിരുന്നെങ്കിൽ അതിന്റെ മെറിറ്റിൽ കേൾക്കാനും അതിൽ ആക്ഷൻ എടുക്കാനും ഒക്കെയുള്ള സമയമുണ്ടായിരുന്നു. ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു വിഷയത്തിൽ സാധാരണ നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു പ്രോസസ്സിനകത്ത് കോടതി ഇടപെടുക എന്നുള്ളത് സ്വാഭാവികമായുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് പതിവല്ല. അപ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ജനറലായി ഉണ്ടാകുന്ന പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടാകുന്ന അവിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി നമ്മുടെ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ്, പരമപ്രധാനമായ കാര്യമാണ്. ആ വിഷയത്തിനകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹെയ്റ്റ് സ്പീച്ചുകളുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള അങ്ങേയറ്റം മൃദുവായിട്ടുള്ള സമീപനം തുടങ്ങി ഇങ്ങോട്ട് പല കാര്യങ്ങളും വിമർശന വിധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ സ്പൈൻ കാണിക്കേണ്ടടുത്ത് കാണിച്ചില്ല. നട്ടല്ലില്ലാത്ത കമ്മീഷൻ എന്നുള്ള മട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വിമർശനം ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നത് ദൗർഭാഗ്യകരമാണ്. മധു, ഇതാണ് പ്രശ്നം. ഇപ്പോൾ ശക്തമായ നടപടി എടുക്കേണ്ടടുത്ത് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളിടത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ അവിടെ സർക്കാരിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും എത്തിയിരിക്കുന്നു. സർക്കാരിന് മുന്നിൽ ഏതാണ്ട് പേടിച്ചു നിൽക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ? ഇല്ല, നമ്മളെ ഒരു TN ശേഷം വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഗട്ട്സ് ഉണ്ട്, എന്താണ് ഈ കമ്മീഷന്റെ ഒരു അധികാരം എന്നൊക്കെ ബോധ്യപ്പെട്ടത്. ജെയിംസ് മൈക്കിൾ ലിങ്ഡോ എന്ന് മോദി വിളിച്ച് അദ്ദേഹമൊക്കെ വരുന്ന ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ഉത്സവം ഇന്ത്യ ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആ ഉത്സവത്തിൽ നല്ല പങ്കാളിയായി അല്ലെങ്കിൽ നല്ല നടത്തിപ്പുകാരനായി എന്ന കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്ന വിധമാണോ എന്ന ഒരു ആശങ്ക പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഈ സാങ്കേതികത്വം ഒക്കെ മാറ്റി വെച്ച് നോക്കും. നമ്മളൊരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നു. 3 പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരുണ്ട്. അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള പട്ടികയുണ്ട്. കാരണം ഓരോരുത്തർ എത്ര വോട്ട് ചെയ്തു, എത്ര വോട്ട് ചെയ്തില്ല, ആ ബൂത്തിൽ ആര് വന്നു വന്നില്ല, വരാതിരുന്നവരെത്ര, മരിച്ചു പോയവരെത്ര ഒക്കെ ഉണ്ട്. ഈ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു അഭംഗിയുണ്ട്. അതിൻ്റെ സാങ്കേതികത്വത്തിനൊക്കെ അപ്പുറത്ത് ഇതൊരു സുതാര്യത വേണമെന്നുള്ളതാണല്ലോ എല്ലാവരും പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണയാണ് ആദ്യമായിട്ട് താരപ്രചാരകർക്ക് നേരെയല്ല ആ പാർട്ടിയുടെ പ്രസിഡന്റുമാർക്കാണ് നിർദ്ദേശം കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രചാരകരോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയരുതെന്ന് കേട്ടോ. അതല്ലല്ലോ കമ്മീഷൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ നിലപാട് വേണ്ടെടുത്ത് അത് എടുക്കുന്ന ഒരു സമീപനവും ചരിത്രം ഉണ്ടായിരുന്നു. അത് പക്ഷേ പ്രാവശ്യമില്ല. അഭിലാഷ, മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ചില സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് 6 ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. അതുപോലെ തന്നെ അവിടെ ഇതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ ഇപ്പോൾ BJD-യുമായിട്ട് BJP ഒരു സഖ്യത്തിനൊക്കെ ശ്രമിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല. ഇതുണ്ടായില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവിടെ ഒരു ഫ്രണ്ട്ലി മാച്ച് ആണോ നടക്കുന്നത്, മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഒഡീഷയിൽ കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയോ? ഈ ഇലക്ഷന് മുമ്പ് നരേന്ദ്രമോദി ഒഡീഷ സന്ദർശിച്ച സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും നവീൻ പട്നായിക്കിനെ വിമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പ്രശംസിക്കുന്നത് കേൾക്കുകയും ചെയ്തു. BJP-യും BJD-യും തമ്മിൽ സഖ്യ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം അത് സാധ്യമാകാതെ ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ വിചാരിക്കുന്നത് ഒഡീഷ ആയിരിക്കും കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ BJP-ക്ക് ഇത്തവണ നൽകുന്ന സംസ്ഥാനം എന്നാണ്. നോക്കൂ, 2014 മോദി തരംഗമുണ്ടായപ്പോൾ 21-ൽ 20 സീറ്റും BJD-യാണ് അവിടെ ജയിച്ചത്. ഒറ്റ സീറ്റ് പോലും BJP-ക്ക് കിട്ടാത്ത ഇടമാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2019 ആകുമ്പോഴേക്ക് BJP-ക്ക് 8 സീറ്റ് കിട്ടുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. ഈ തവണ അത് 8-ൽ നിന്ന് 2 അക്കത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ ഒഡീഷ ബിജു ജനതാദൾ ഭരണം നിലനിർത്തുകയും ചെയ്യും. കാരണം അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഇതുവരെ ഫ്രണ്ട്ലി മാച്ച്. സംസ്ഥാനം BJD-ക്ക്, കേന്ദ്രത്തിൽ ഒരുപക്ഷെ പരമാവധി സീറ്റ് BJP-ക്ക്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, BJD-യെ സംബന്ധിച്ച് അവിടെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവില്ല. ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള നേതാക്കളുണ്ടെങ്കിലും അവർ നവീൻ പട്നായിക്കിന്റെ ഓപ്പോസിറ്റായി മുഖ്യമന്ത്രിയാവാൻ മാത്രമുള്ള ഒരു ജനപിന്തുണ അവിടെ ഇല്ല. BJP-യെ സംബന്ധിച്ച് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പരമാവധി നാഷണൽ ടാലി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോക്സഭാ സീറ്റുകളിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഒഡീഷക്കാർക്ക് നവീൻ ബാബുവിനോടുള്ള ഒരു തരത്തിലുള്ള ഒരു ഹൃദയബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒഡിയ ഭാഷ മര്യാദയ്ക്ക് കൈകാര്യം പോലും ചെയ്യാൻ അറിയാത്ത ഒരു ഡൂൺ സ്കൂൾ പ്രൊഡക്റ്റാണ് നവീൻ പട്നായിക്
പട്നായിക്കെങ്കിലും ഈ പറഞ്ഞ ഒഡിയ പ്രൈഡിലാണ് BJD-യുടെ രാഷ്ട്രീയം ഇരിക്കുന്നത്. ഒഡീഷയ്ക്ക് പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയം കൊണ്ടുപോയിട്ടുമില്ല. അപ്പോൾ അതാണ്, ആ അസ്മിതയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതിൽ ഇപ്പോൾ VK പാണ്ഡ്യനാണ് അടുത്ത ഇദ്ദേഹത്തിന്റെ സക്സസർ എന്ന് പോലും പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് BJD-യുടെ പൊളിറ്റിക്സിൽ ചേരുന്നതല്ല. കാരണം ഒരു തമിഴ്നാട്ടുകാരൻ വന്നിട്ട് ഒഡീഷയിൽ പ്രധാനപ്പെട്ട നേതാവാകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല. 77 വയസ്സായ നവീൻ പട്നായിക്കിനെ സംബന്ധിച്ച് ഇനി എങ്ങോട്ട്, പാർട്ടിയുടെ ഒരു സെക്കൻഡ് ലൈൻ വീക്ക് ആയതുകൊണ്ട് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പക്ഷേ ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഞാൻ കരുതുന്നത് ലോക്സഭയിലേക്ക് അഡ്വാൻറ്റേജ് BJP-യും നിയമസഭയിലേക്ക് നിശ്ചയമായും BJD-യും എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ നവീൻ പട്നായിക്കിന്റെ ഏറ്റവും സുരക്ഷിതമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വനിതകളാണ്. അവരുടെ ശക്തി സ്കീം, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങി 2 കോടി സ്ത്രീകൾക്ക് 50,000 രൂപ വെച്ച് കൊടുക്കാമെന്നാണ് BJP-യുടെ വാഗ്ദാനത്തിൽ പറയുന്നത്. വാഗ്ദാനമാണ്. പക്ഷെ അവിടെ നോക്കുക, നമ്മളിപ്പോൾ ഒരു 24 വർഷമായിട്ട് അവിടെ ഭരിക്കുകയാണ് ഇദ്ദേഹം. സ്ത്രീകളെ ലക്ഷ്യമാക്കി വളരെ ടാർഗറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പദ്ധതികൾ, മമതാ സ്കീം, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമുള്ള ക്യാഷ് അസിസ്റ്റൻസ് ആണ്. ഇങ്ങനെ ഈ പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യുവൻസിയെ നന്നായിട്ട് നർച്ചർ ചെയ്തിട്ടുണ്ട് നവീൻ പട്നായിക് എന്നുള്ളത് കൊണ്ട് നിയമസഭയിലേക്ക് നവീൻ പട്നായിക് എന്നുള്ള ഒഡിയക്കാരുടെ ചോയ്സിന് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ BJP 2 അക്കത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതയും ലോക്സഭയിലുണ്ട്. മധു, ഇപ്പോൾ ഈ VK പാണ്ഡ്യന്റെ കാര്യം പറഞ്ഞില്ലേ, VK പാണ്ഡ്യൻ അവിടെ IAS ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ BJD-യിലേക്ക് വന്നു. നവീൻ പട്നായിക്കിന്റെ കാലം കഴിഞ്ഞാൽ, അതായത് ഭരണകാലം കഴിഞ്ഞാൽ അതിന് പകരം വരാൻ പോകുന്ന ആൾ VK പാണ്ഡ്യനാണ് എന്നാണ്. VK പാണ്ഡ്യന്റെ ഭാര്യ ഒഡീഷക്കാരിയാണ്. ഭാര്യയ്ക്കെതിരെ BJP പരാതി കൊടുത്ത് അവരെ സ്ഥലം മാറ്റിക്കുന്നതിന് മുൻകൈ എടുത്തതും BJP-ആണ്. അപ്പോൾ ഈ ഫ്രണ്ട്ലി മാച്ചിനിടയിലും അല്ലെങ്കിൽ ഈ മാച്ച് ഫിക്സിംഗ് നടക്കുമ്പോൾ പോലും ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലുപരി ഈ VK പാണ്ഡ്യൻ എന്ന് പറയുന്നത് ഒറീസയിൽ എങ്ങനെയാണ് ഒരു ഫാക്ടറായിട്ട് മാറുന്നത്? ഫാക്ടറായി വരുന്നത് അദ്ദേഹത്തിന്റെ പദ്ധതികളൊക്കെ വഴിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം അയോധ്യയ്ക്ക് തൊട്ട് മുമ്പ് പട്നായിക്ക് നടത്തിയ മറ്റേ പുരി നവീകരണമൊക്കെ പാണ്ഡ്യന് വലിയ തോതിൽ ജനപ്രീതി നൽകിയിട്ടുണ്ട്. നമ്മളതിനെ കാണുമ്പോൾ വരത്തൻ എന്നൊരു ടാഗാണല്ലോ അടിസ്ഥാനപരമായി പാണ്ഡ്യന്റെ മേൽ ചാർത്തി കൊടുക്കുന്നത്. ഒരാൾ എങ്ങനെ വരത്തനാവുന്നു? നരേന്ദ്രമോദി ആരോപണം ഉന്നയിക്കുമ്പോൾ മോദി വാരാണസിയിൽ വരത്തനാണ്. ലോക്സഭ നിയമസഭ എന്നതിനപ്പുറത്ത് ഗുജറാത്തും UP-യും എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഒരു ഉരകല്ലായി ഈ തെരഞ്ഞെടുപ്പിൽ ഒഡീഷ മാറുന്നുണ്ട്. അതിൻ്റെ കാരണം പാണ്ഡ്യൻ തന്നെയാണ്. നവീൻ പട്നായിക്കിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ പാണ്ഡ്യനാണ്. പാണ്ഡ്യൻ പക്ഷേ എല്ലായിടത്തും ജനങ്ങളെ കയ്യിലെടുക്കുന്നുണ്ട്, ഒപ്പം സെൽഫി എടുക്കുന്നുണ്ട്. പാണ്ഡ്യൻ എന്ന വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ജയലളിത പോയ ശേഷമുള്ള AIADMK-യുടെ അവസ്ഥ അവിടെ എത്തും. പാണ്ഡ്യൻ വഴി അവിടെ മറ്റ് നേതാക്കളില്ലാതാകുമ്പോൾ BJD കീറിയെറിയപ്പെടും എന്നൊരു പ്രതീക്ഷ BJP-ക്കുണ്ട്. ആ സാധ്യത മുതലെടുക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. പുരിയിലെ മറ്റേ വജ്രമോതിരം തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ള ആരോപണം മോദിയോട് ഉന്നയിക്കുമ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് പ്രൈഡിന് വേണ്ടി ചെങ്കോൽ കൊണ്ടുവന്ന അതേ നേതാക്കൾ ഒഡീഷയിൽ പോയി മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. വളരെ കൗതുകകരമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും 14 സീറ്റെങ്കിലും BJP അവിടെ ഒഡീഷയിൽ നിന്ന് ലോക്സഭയിൽ നേടും. കഴിഞ്ഞ തവണ 8 ആയിരുന്നു. കഴിഞ്ഞ തവണ 113-ൽ നിന്ന് കുറച്ച് സീറ്റ് നവീൻ പട്നായിക്ക് താഴേക്ക് പോരും. ആ താഴേക്ക് പോരുന്നത് ഒരു തൂക്കുസഭയുണ്ടാകും. ആ തൂക്കുസഭയിൽ വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെക്കുന്നുണ്ട്, അതിലേറെ BJP വെക്കുന്നുണ്ട്. തൂക്കുസഭ വരികയാണെങ്കിൽ ഒരു പക്ഷേ BJD-യെ നെടുകെ പിളർത്തി BJP അധികാരം പിടിക്കും. നമുക്ക് മറ്റൊരു സംസ്ഥാനം, ഇപ്പം ജമ്മു കാശ്മീർ. ഇപ്പോൾ ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വലിയ ചർച്ച ചെയ്ത് BJP അവിടെ പ്രത്യേകിച്ചും കാശ്മീർ മേഖലയിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്നുള്ളൊരു വലിയ ചർച്ച നടന്നിരുന്നു. അപ്പോൾ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയൽ നടന്നതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. വോട്ടർ ടേൺ ഔട്ട് വലിയ തോതിൽ കൂടിയിരിക്കുന്നു എന്ന ആദ്യത്തെ ഘടകം. അതിന് PDP-യും നാഷണൽ കോൺഫറൻസും പറയുന്ന കാര്യങ്ങൾ കശ്മീരികൾ അവരുടെ സ്വത്വം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹാഭിലാഷങ്ങൾ പ്രകടിപ്പിക്കാൻ പരസ്യമായി വന്ന് വോട്ട് ചെയ്യുന്നതെന്നാണ് അവരുടെ വാദം. അതേസമയം BJP പറയുന്നത് കശ്മീരിൽ സമാധാനം വന്നിരിക്കുന്നു, ഭീകരവാദം കുറഞ്ഞിരിക്കുന്നു, അതിന്റെ പ്രതിഫലനമാണ് ഇതെന്നാണ്. എന്തായാലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ കശ്മീരികൾ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ വർദ്ധിച്ച നമ്പറിൽ പങ്കെടുക്കുന്നു എന്നുള്ള വളരെ ശുഭോദർഹമായ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കശ്മീർ താഴ്വരയിൽ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് നാഷണൽ കോൺഫറൻസും PDP-യും തമ്മിലുള്ള മത്സരമാണ്. BJP രംഗത്തില്ല, പക്ഷെ അവർ അപ്നി പാർട്ടിയെ ടാക്ടിക്കലായി പിന്തുണയ്ക്കുന്നുണ്ട്. BJP രംഗത്തില്ല, കോൺഗ്രസും, ഇത് ഇന്ത്യ മുന്നണി ഘടകകക്ഷി എന്നുള്ള നിലയിൽ നാഷണൽ കോൺഫറൻസിനെയാണ് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത്. അതേസമയം ജമ്മുവിലെ 2 മണ്ഡലങ്ങളിലും, ജമ്മുവിലും ഉധംപൂരിലും BJP-യും കോൺഗ്രസും തമ്മിലാണ് മത്സരം. ബാക്കി ബരാമുള്ള, ശ്രീനഗർ, ഇപ്പോൾ പറഞ്ഞ രജൌരി, അനന്തനാഗ്, ഈ 3 മണ്ഡലങ്ങളിലും അവിടെ PDP നാഷണൽ കോൺഫറൻസ് മത്സരമാണ്. എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ മെഹബൂബ മുഫ്തി മത്സരിക്കുന്നു, ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിന് വേണ്ടി ബരാമുള്ളയിൽ മത്സരിച്ചു. 2 പേരും ലോക്സഭയിലേക്ക് എത്തട്ടെ. കാരണം കശ്മീരിയത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ നിശ്ചയമായും ഇന്ത്യയുടെ പാർലമെന്റിൽ വരേണ്ടതാണ്. എന്തായാലും കശ്മീരിൽ വളരെ നല്ല ജനാധിപത്യ പ്രക്രിയ നടക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ നിലയിൽ കാണാം. അതൊരു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, വോട്ടർമാരുടെ പങ്കാളിത്തം ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ജമ്മു കാശ്മീരിൽ
കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അതൊരു വലിയ നല്ല കാര്യമാണ്. ഇപ്പോൾ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ വോട്ട് ചെയ്യരുത്, ബോയ്ക്കോട്ട് കോൾസ് ഇത്തവണ അധികം ഉണ്ടായില്ല എന്ന് പറയുന്ന പ്രശ്നം. പിന്നെ BJP പറയുന്നത് പോലെ സമാധാനം വന്നു എന്ന് അവർ അവകാശപ്പെടുന്നു, അങ്ങനെ അവർ വന്നതാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർത്താത്തതിനെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ചർച്ച നടന്നത്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ BJPക്ക് കിട്ടുമായിരുന്ന വോട്ട് വളരെ കുറഞ്ഞു പോകും എന്നുള്ള ആശങ്ക. അതുകൊണ്ട് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകാനുള്ളതാണ്. അതൊക്കെയാണോ BJP അവിടെ അങ്ങനെ മാറി നിൽക്കാൻ കാരണം? BJPക്ക് അവിടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ PDPയും നാഷണൽ കോൺഫറൻസും തോൽക്കണം. സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ളതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, ഈ ആർട്ടിക്കിൾ 370-ക്കൊക്കെ അപ്പുറത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അനന്ത്നാഗ് എന്ന് പറയുന്ന ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം, ഈ അമർനാഥ് യാത്രക്കിടയിൽ 42 കിലോമീറ്റർ നീളുന്ന അമർനാഥ് യാത്രക്കിടയിൽ നിർണായക സ്ഥലമാണ്. ഈ യാത്രയുടെ പോയിന്റ് തുടങ്ങുന്നത് ഇവിടെയാണ്. കേരളത്തിന് സമാനമായ ക്ഷേത്രാചാരങ്ങളൊക്കെയുള്ള വളരെ കൗതുകരമായിട്ടുള്ള സ്ഥലമാണ് അത്. അവിടെ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്താതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാനും കാണുന്നത്, ഇപ്പോൾ കരുതലോടെ നിൽക്കുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അവിടെ ഉള്ള ശക്തി എത്രത്തോളം എന്നുള്ളത് പലപ്പോഴും കാണിക്കാതിരിക്കുന്നതും ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ BJP കാണിക്കാതിരിക്കുന്നു. പക്ഷേ നോർമൽസി, ലൈഫ് അവിടെ സാധാരണഗതിയിലായോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് അതിർത്തി കടന്നുള്ള അക്രമത്തെ ചെറുക്കുന്നു എന്ന വിധത്തിൽ തന്നെയായിരിക്കും അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ ഉണ്ടാകാൻ പോകുന്നത്. അത് എത്രത്തോളം മറ്റ് മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നിർണായകമാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്, അതുപോലെ തന്നെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒക്കെ വരാം. നമ്പർ 272 ഡൽഹി മെയിലിൽ.